CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം ഊർജിതമാക്കി ഇഡി. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന പൂർത്തിയാകുന്നതോടെ പ്രതികളുടെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. വീണ ടിക്ക് പുറമെ CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയ്ക്കും CMRL ഉദ്യോഗസ്ഥർക്കും ഇഡി സമൻസ് അയക്കും. വീണയുടെ വിദേശ അക്കൗണ്ട് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ലേബി, ശേഖരിച്ച വിവരങ്ങൾ, റെയ്ഡിൽ ഉൾപ്പെടെ ശേഖരിച്ച വിവരങ്ങൾ വിശദമായി പരിശോധിക്കുന്നുണ്ട് അന്വേഷണ സംഘം. അതിനുശേഷം ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കാൻ പോകുന്നു. വീണയ്ക്ക് ഉൾപ്പെടെ സമൻസ് നൽകുന്നത് എപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉടൻ തീരുമാനമെടുക്കും ഇഡി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇഡി നീക്കങ്ങൾ എങ്ങനെയാണ് ലേബി സജീന്ദ്രൻ? ഗുഡ് മോർണിംഗ് റീജിത്ത്, ശ്രുതി. ഇഡി നീക്കങ്ങൾ വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പിടിച്ചെടുത്ത രേഖകളിൽ സമൻസ് അയക്കാനുള്ള, ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് അയക്കാനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപ്രകാരം വീണ ടി അടക്കമുള്ളവർക്ക് വൈകാതെ തന്നെ ഇഡി ഉദ്യോഗസ്ഥർ സമൻസ് അയച്ചേക്കും. അത് ഒരുപക്ഷെ ഈ ആഴ്ച തന്നെ ഉണ്ടായേക്കും, വൈകാതെ തന്നെ ഉണ്ടായേക്കും എന്നും അറിയുന്നു. വീണ ടിക്ക് പുറമെ ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്ത, അതുപോലെ തന്നെ CMRL ഉദ്യോഗസ്ഥർ എന്നിവയ്ക്കും ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ സമൻസ് അയക്കും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. പിടിച്ചെടുത്ത രേഖകളിൽ ഇതിന് ഉപോത്ബലകമായ തെളിവുകൾ ഉണ്ട്. അതിനെ ഇഡിയുടെ നീക്കത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വീണയുടെ വിദേശ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വളരെ വിശദമായി തന്നെ ഇഡി നടത്തിയിരുന്നു. അബുദാബിയിലുള്ള ഈ അക്കൗണ്ട് വഴി CMRLും എക്സാലോജിക്കും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ, അനധികൃത ഇടപാടുകളാണോ ഈ അക്കൗണ്ട് വഴി നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇഡി ഇപ്പോൾ പരിശോധിക്കുന്നത്. അതുകൂടാതെ HDFC ബാങ്ക് അക്കൗണ്ട്, വീണ ടിയുടെ HDFC ബാങ്ക് അക്കൗണ്ട് വളരെ വിശദമായി തന്നെ ഇഡി ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വിദേശ ബാങ്ക് അക്കൗണ്ടുകൾ കൂടി പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. ഏതായാലും ഒട്ടും വൈകാതെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് ഇവർക്കെല്ലാവർക്കും അയക്കാനുള്ള നീക്കമാണ് ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉള്ളത്. ശ്രുതി. ശരി, ലേബി സജീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മറ്റൊരു